ഹായ് ഹലോ വെൽക്കം ടു ഫെല്ല ഷോർട്സ്. രാവിലെയുള്ള വീഡിയോ ഒക്കെ ഞാനിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഫസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇന്ന് വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഉച്ചക്കത്തേക്ക് കറി ഉണ്ടാക്കാനായിട്ട് ഒരു പപ്പായ പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ ഫ്രണ്ടിലുള്ള പാടത്തേക്ക് വന്നതാണ്. അപ്പോൾ മൂപ്പാവുന്നതേ ഉള്ളൂ കേട്ടോ. ചെറിയൊരു കറൂത്തയാണ്, നമ്മളവിടെ കറൂത്ത എന്നാണ് കേട്ടോ പറയാം. അതൊക്കെ ഒന്ന് പറിച്ചെടുത്ത് വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ രാവിലെ നല്ല പോലെ കാറ്റുണ്ടായിരുന്നു കേട്ടോ പാടത്ത് നിൽക്കാൻ. വെയിലിങ്ങനെ വരുന്നതേ ഉള്ളൂ, ഒരു 8 മണി 8:30 ആ ഒരു ടൈമാണ്. അപ്പോൾ വെയിലൊക്കെ ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോഴത്തേക്കും നല്ല കാറ്റും തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ വേകുന്നുണ്ട്. കുട്ടികൾ ഇവിടെ എന്തൊക്കെയോ സംസാരിച്ച് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എന്തായാലും എൻ്റെ ഈ ഒരു കറുത്തേക്കൊന്ന് വൃത്തിയാക്കി എടുക്കട്ടെ. നമ്മുടെ വീട്ടിലെ ജോലികളൊക്കെ പെട്ടെന്ന് തീർത്ത് നമുക്ക് നമ്മുടേതായിട്ടുള്ള സമയം കണ്ടെത്താനായിട്ട് ചെറിയൊരു കുറുക്ക് വഴിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ആദ്യം തന്നെ നമ്മുടെ സമയത്തെ ക്രമീകരിക്കാനുള്ള ചെറിയൊരു പ്ലാൻ തന്നെ ഉണ്ടാക്കിയെടുക്കുക. രാവിലെ നമ്മൾ എഴുന്നേറ്റ ഉടനെ അല്ലാന്നുണ്ടെങ്കിൽ കിടക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് നമ്മൾ നാളെ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊന്ന് പ്ലാൻ ചെയ്ത് വെക്കുക, ഒന്ന് ലിസ്റ്റ് ചെയ്ത് വെക്കുക. അതായത് നമ്മൾ നാളെ എന്തൊക്കെയാണോ ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത് ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ് വേണ്ടത് എന്നുള്ളതും ലഞ്ചിന് എന്താണ് വേണ്ടത് എന്നുള്ളതും ഡിന്നറിന് എന്താണ് വേണ്ടത് എന്നുള്ളതും സ്നാക്സ് എന്താണ് വേണ്ടത് എന്നുള്ളതൊക്കെ നമ്മളൊന്ന് ലിസ്റ്റ് ചെയ്ത് വെക്കുക. വേറൊന്നിനുമല്ല, നമ്മളിങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ടായാൽ നമുക്ക് ആ പ്ലാനിങ്ങിൻ്റെ അനുസരിച്ച് നമ്മളിങ്ങനെ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ സമയം നമുക്ക് ലാഭിക്കാനാകും. പ്ലാനിങ്ങും ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ മുതൽ കിടക്കുന്നത് വരെ നമ്മൾ ജോലി എടുത്താലും അതൊക്കെ തീരുന്നും ഉണ്ടാവില്ല, ഒന്നിനും സമയം കിട്ടാത്തൊരവസ്ഥയായിരിക്കും. ഒന്ന് ഫോൺ നോക്കാൻ പോലും സമയം നമുക്ക് കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്നും എഴുന്നേൽക്കുന്നതിലും ഒരു അരമണിക്കൂർ മുന്നേ എഴുന്നേൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. കുറച്ച് നേരത്തെ എഴുന്നേൽക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് സമയം, എല്ലാത്തിനും സമയം കിട്ടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ എന്നും എഴുന്നേൽക്കുന്നതിലും കുറച്ച് മുന്നായിട്ട് കേൾക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. നേരത്തെ എഴുന്നേൽക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. 7 ദിവസം ഇതൊന്ന് ഫോളോ ചെയ്ത് നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിൻ്റെ മാറ്റം തിരിച്ചറിയാനായിട്ട് പറ്റും. എൻ്റെ മോന് 8 മന്തായി. അപ്പോൾ അവന് രാത്രി ഉറങ്ങാൻ കുറച്ച് ലൈറ്റായിട്ടാണ് ഉറങ്ങൽ. രാവിലെ അവൻ എഴുന്നേൽക്കുന്നതിന് മുന്നേ എൻ്റെ ജോലികളൊക്കെ തീർക്കും വേണം. ഒരു പക്ഷേ എനിക്ക് 4:30 മണിക്ക് എഴുന്നേൽക്കുന്നത് കൊണ്ട് എനിക്ക് ഉറക്കമൊന്നും അധികം തികയാറൊന്നുമില്ല. എങ്കിലും ഞാനങ്ങ് എഴുന്നേൽക്കലാണ്. അപ്പോൾ 4:30 മണിക്ക് എഴുന്നേറ്റാൽ ഞാൻ നമ്മുടെ പ്രഭാത കൃത്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം എൻ്റെ നിസ്കാരം ഓതലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ആ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ വൈകുന്നേരം വരെ ആ ഒരു ഫീലിങ്സ്, ആ ഒരു പോസിറ്റിവിറ്റി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇതൊരു കാര്യത്തിനാണെന്നുണ്ടെങ്കിലും നമ്മൾ ഇങ്ങനെയാണ് തുടങ്ങുന്നത്. രാവിലെ എഴുന്നേറ്റ് നമ്മുടെ നമസ്കാരങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം തുടങ്ങുന്ന ആ ഒരു ദിവസം പ്രത്യേക ഒരു എനർജിയാണ് നമുക്ക്. ജോലി ചെയ്യാനാണെന്നുണ്ടെങ്കിലും ഒരു ക്ഷീണോ തളർച്ചയോ ഒന്നും നമുക്ക് ഫീലായിട്ട് തോന്നില്ല. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരാഴ്ചയെങ്കിലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. എന്നിട്ട് നമ്മൾ നേരെ ഒരു 6 മണി വരെ ഞാൻ എൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് മാറ്റിവെക്കും. അത് കഴിഞ്ഞ് ഒരു 6 മണിക്ക് ഞാൻ കിച്ചണിലോട്ട് കയറും. പ്രത്യേകിച്ച് എന്തെങ്കിലും ജോലി ചെയ്യാനായിട്ട് ഈ ഒരു ദിവസത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ തലേ ദിവസം തന്നെ കുറച്ച് കാര്യങ്ങളൊന്ന് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. അതായത് തലേ ദിവസം ഞാൻ ദോശയ്ക്കുള്ള മാവൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ടാകും. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റാണ്. ഞാൻ പിറ്റേ ദിവസം, അതായത് ഇപ്പോൾ ഒരു ബാത്റൂം കഴുകണം എന്നുള്ളൊരു ദിവസമാണ്, ബാത്റൂം കഴുകേണ്ട ഒരു ദിവസമാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം സമയം നമുക്ക് ബാത്റൂം കഴുകാനായിട്ട് വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തലേ ദിവസം തന്നെ ദോശയോ അല്ലെങ്കിൽ ഇഡ്ഡലിയോ അങ്ങനെ എന്തെങ്കിലുമുള്ള മാവൊക്കെ അരച്ച് വെക്കാറുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് രാവിലെ എഴുന്നേറ്റ് ദോശ ഒന്ന് ചുട്ടെടുത്താൽ മതിയല്ലോ. അതേപോലെ തന്നെ അതിലേക്ക് എന്തെങ്കിലും ചട്നിയോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ തേങ്ങ അരച്ച കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ, തലേ ദിവസത്തെ സാമ്പാറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കറി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ജോലി ചെയ്യുന്ന ദിവസമാണെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കലുണ്ട്. നമുക്ക് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റിനുള്ള പണികളൊക്കെ തീർത്ത് നമുക്ക് പെട്ടെന്ന് അവിടുന്ന് ഇറങ്ങാനായിട്ട് പറ്റും. ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ കിച്ചണിലുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത പാത്രങ്ങളൊക്കെ രാവിലെ നമ്മൾ എടുത്തിട്ടുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. എന്നിട്ട് ആ ഒരു കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചിടലുണ്ട്. കഴിഞ്ഞ് ഞാൻ എൻ്റെ ഫോണിൽ ഒരു 30 മിനിറ്റ് ടൈമർ സെറ്റാക്കി വെക്കും.
30 മിനിറ്റ് എടുത്തിട്ടുള്ള ഒരു ക്ലീനിങ്ങേ ഉള്ളൂ കേട്ടോ ഞാൻ ചെയ്യാൽ. അതായത് നമ്മുടെ ബെഡ് നല്ല 30 മിനിറ്റ് സമയം എടുത്തിട്ട് നമ്മുടെ റൂമുകളും ഹാളും സിറ്റ് ഔട്ടും ഒക്കെ ഒന്ന് നീറ്റായിട്ടൊന്ന് അടിച്ചു വാരിയിടും. റൂമിലൊക്കെ കുട്ടികളുടെ വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിരവധി സാധനങ്ങൾ പരന്ന് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ അതാത് സ്ഥലത്ത് തന്നെ എടുത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. അതൊക്കെ ഒതുക്കി പൊറുക്കി ആദ്യം തന്നെ നമ്മൾ എടുത്ത സാധനങ്ങളൊക്കെ അതാത് സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുക എന്നതാണ് ആദ്യം ഞാൻ ചെയ്യുന്നത്. രണ്ടാമതായിട്ട് നമ്മുടെ ചില്ലിൻ്റെ ടേബിളുകളും അതേപോലെ തന്നെ കണ്ണാടികളും വാഷ് സ്പേസും അങ്ങനത്തെ ഏരിയകളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടും. വൈപ്പ് ചെയ്തേണ്ടടുത്ത് വൈപ്പ് ചെയ്തിടും. ക്ലീൻ ചെയ്യാനുള്ള വാഷ് സ്പേസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടും. അകം നന്നായിട്ട് അടിച്ച് വാരി ഇടും. ഒന്ന് തുടച്ചിടും കൂടി ചെയ്താൽ നമ്മുടെ വീട് നല്ല പോലെ ക്ലീനായിട്ട് ഇരുന്നോളും. പിന്നെ എന്ന് പറയാനുള്ളത് ബാക്കി ഒരു 10 മിനിറ്റ് ഒരു 15 മിനിറ്റ് സമയം എടുത്തിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ വാഷിംഗ് മെഷീനിൽ നമ്മൾ തുണികളൊക്കെ ഇട്ടിട്ട് നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാം. ആദ്യം നമ്മൾ മെഷീനിലിട്ടിട്ട് നമ്മൾ ജോലികൾ ചെയ്യാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജോലി കഴിയുമ്പോഴത്തേന് നമ്മളെ അലക്കലും കഴിഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് അതൊന്ന് കൊണ്ടുപോയി വിരിച്ചിട്ടാൽ മാത്രം മതിയാവും. വാഷിംഗ് മെഷീൻ ഇല്ല കല്ലിലാണ് അലക്കുന്നവരെന്നുണ്ടെങ്കിൽ 30 മിനിറ്റ് ടൈമർ വെക്കുമ്പോൾ തന്നെ ആദ്യം നിങ്ങളുടെ തുണികളൊക്കെ ഒന്ന് സോപ്പും പൊടിയിലോ അല്ലെങ്കിൽ ലിക്വിഡൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് കുതിർക്കാനായിട്ട് വെക്കുക. നേരം സോക്ക് ചെയ്ത് വെക്കുമ്പോൾ തന്നെ നമ്മുടെ ഡ്രസ്സിലെ ഫുള്ള് അഴുക്കുകളും പോയിട്ടുണ്ടാവും. അപ്പോൾ ജസ്റ്റ് അതൊന്ന് എടുത്ത് ഒന്ന് അലക്കിയാൽ മതിയാവും. അന്നത്തെ ഡ്രസ്സ് അന്നാന്ന് തന്നെ തിരുമ്പാനായിട്ട് മാക്സിമം നോക്കുക. അതേപോലെ തന്നെ അന്നാന്ന് അലക്കി കൊടുന്നത് മടക്കി വെക്കാനായിട്ടും ശ്രദ്ധിക്കുക. കുഞ്ഞു കുഞ്ഞു ജോലികളിൽ എൻ്റെ മക്കളും എന്നെ സഹായിക്കാറുണ്ട് കേട്ടോ. അവരുടെ ഡ്രസ്സ് അവരെന്നെ മടക്കി വെക്കും. അതുപോലെ തന്നെ അവരുടെ ബുക്സും ടോയ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവരെന്നെയാണ് കേട്ടോ ഒതുക്കലൊക്കെ. ദിവസം തന്നെ അവർക്ക് ഇടാനുള്ള യൂണിഫോമൊക്കെ അവർ സെറ്റാക്കി അവരെന്നെ തലേ ദിവസം യൂണിഫോമും ബുക്സും ഒക്കെ അവരെന്നെ എടുത്ത് സെറ്റാക്കി വെക്കാറുണ്ട്. രാവിലെ നമുക്കത് തിരഞ്ഞെടുത്ത് അവരെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കേണ്ട ആവശ്യമില്ല. അവരെന്നെ അവരെ കാര്യങ്ങൾ മിക്കവാറും കാര്യങ്ങളൊക്കെ അവരെന്നെയാണ് ചെയ്യൽ. ചില സമയത്തൊക്കെ അവർ കഴിച്ച പാത്രങ്ങൾ അവരെന്നെ ആ ഒരു ഒറ്റ പ്ലേറ്റ് അവരെന്നെ മോറാനായിട്ട് ശ്രമിക്കാറുണ്ട്. കുഞ്ഞു കുഞ്ഞു ജോലികളിലൊക്കെ നമ്മൾ മക്കളെയും കൂടി ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ അവർ കുറച്ച് വലുതായാലും അവർക്ക് ഈ ഒരു ജോലികളൊന്നും വലിയൊരു ഭാരമായിട്ട് തോന്നില്ല. 30 മിനിറ്റ് എടുത്ത് നമ്മുടെ വീട് മൊത്തത്തിൽ ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷമാണ് പിന്നെ ഞാൻ അടുക്കളയിലേക്ക് ലഞ്ചിനുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പോകാറുള്ളത്. ഇടയിൽ ഞാൻ ചായയൊക്കെ കുടിക്കാറുണ്ട് കേട്ടോ. കുട്ടികളെ സ്കൂളിലൊക്കെ വിട്ടതിന് ശേഷമാണ് പിന്നെ ഞാൻ ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ നോക്കാറുള്ളത്. തലേ ദിവസം തന്നെ നമ്മൾ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഉപ്പേരിക്ക് എന്താണോ നമ്മൾ ഉണ്ടാക്കുന്നത് വെച്ചെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ബോക്സിലാക്കി വെച്ചതുകൊണ്ട് തന്നെ നമുക്ക് ലഞ്ചിനുള്ള പരിപാടിയും അധികമായിട്ട് ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല കേട്ടോ. അപ്പോൾ സമയമുള്ളവർ തലേ ദിവസം ടി വി കാണുന്ന സമയത്തോ അല്ലെങ്കിൽ ഫോൺ കാണുന്ന സമയത്തൊക്കെ നമ്മൾ വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാനായിട്ട് നോക്കുക. ആകുമ്പോൾ രാവിലത്തെ ലഞ്ചിനുള്ള പരിപാടികളും ഈസി ആയിട്ട് തോന്നും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്